ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫെറാറി റീസെന്റ് റിവീൽ ചെയ്ത അവരുടെ 12 സിലിണ്ടർ കാറിനെ പറ്റിയാണ്. ഫെറാറി ഡോദിച്ചി ചിലിൻഡ്രെ. ഡോദിച്ചി ചിലിൻഡ്രെ എന്നതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ആണ് 12 സിലിണ്ടർ. ഫെറാറി 812 സൂപ്പർ ഫാസ്റ്റിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് ഫെറാറി 12 സിലിണ്ടർ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഫെറാറി 12 സിലിണ്ടറിന്റെ ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ 1960s ലോഞ്ച് ചെയ്ത 365 ഡയറ്റോണയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈനാണ് ഫെറാറി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫെറാറി ഒരു ബ്രാൻഡ് ന്യൂ അലൂമിനിയം ഷാസിയാണ് ഈ വണ്ടി ഉണ്ടാക്കുന്നതിനായി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആ ഷാസി 50% മോർ റിജിഡ് ആണെന്നാണ് ഫെറാറി ക്ലെയിം ചെയ്യുന്നത്. E12 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 1560 കിലോയാണ് ഫെറാറി ക്ലെയിം ചെയ്യുന്ന ഈ വണ്ടിയുടെ ഡ്രൈവ് വെയ്റ്റ്. ഫെറാറി E12 കോമ്പറ്റീഷനെ കണ്ട ഒരു 6.5 ലിറ്റർ V12 എഞ്ചിനാണ് ഫെറാറി ഈ വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ എഞ്ചിൻ ഒരുപാട് റീവർക്ക് ചെയ്തിട്ടാണ് ഫെറാറി 12 സിലിണ്ടറിലേക്ക് വെച്ചിരിക്കുന്നത് എമിഷൻ നോർംസ് മീറ്റ് ചെയ്യുന്നതിനായി. ആ എഞ്ചിൻ അറൌണ്ട് 830 ഹോഴ്സ് പവറും 678 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിത്ത് റിയർ വീൽ ഡ്രൈവ്. ഫെറാറിയുടെ ഒരു ബ്രാൻഡ് ന്യൂ DCT ട്രാൻസ്മിഷനാണ് ഫെറാറി ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഫെറാറി പറയുന്നത് ഈ ട്രാൻസ്മിഷൻ 30% ഫാസ്റ്റർ ഷിഫ്റ്റ് കൊടുക്കുമെന്നാണ്. ഫെറാറി ഈ വണ്ടിക്ക് റിയർ വീൽ സ്റ്റിയറിംഗും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള റിയർ വീൽ ഡ്രൈവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വീല് ടേൺ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിയർ വീലും ടേൺ ചെയ്യുന്നു. എന്നാൽ ഫെറാറി ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് വീലിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു റിയർ വീൽ ഡ്രൈവ് സിസ്റ്റമാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നമ്മൾ ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഫ്രണ്ട് വീല് എപ്പോഴും ഫ്രണ്ടിലോട്ട് പോയിൻറ്റഡ് ആയിരിക്കും. ആ ടൈമിൽ റോഡിൻ്റെ അണ്ടുലേഷൻസ് അനുസരിച്ച് റിയർ വീലിന് ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ പറ്റും. അത് വണ്ടിയുടെ ഓവറോൾ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ഫെറാറി ഈ വണ്ടിക്ക് ഒരു സ്പൈഡർ വേർഷനും കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.